ടൈം വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KCL ഡിജിറ്റൽ. സംസ്ഥാനത്ത് വീണ്ടും വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തും. സംസ്ഥാനത്ത് 190 സ്കൂളുകളിൽ പുതിയ +2 ബാച്ചുകൾ അനുവദിക്കാൻ തീരുമാനം. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് KCL ഡിജിറ്റൽ. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് വീണ്ടും വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുന്നു. വ്യാഴാഴ്ച മുതൽ അരമണിക്കൂർ ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്താനാണ് തീരുമാനം. ശബരിഗിരി ഡാമിലെ അറ്റകുറ്റപ്പണി നടക്കുന്നതിനാലും കേന്ദ്ര ബോർഡിൽ നിന്നുള്ള വൈദ്യുതി എത്തിക്കുന്നതിനുള്ള തടസ്സവും മൂലമാണ് ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തുന്നത്. വൈകിട്ട് 6:30 രാത്രി 10 ഇടയിൽ ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിലാകും ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തുക. ശബരിഗിരി ജലവൈദ്യുതി പദ്ധതിയുടെ അറ്റകുറ്റപ്പണി നാളെ ആരംഭിക്കുന്നതും കേന്ദ്ര പൂളിൽ നിന്നുള്ള വൈദ്യുതി എത്തിക്കുന്നതിനുള്ള തടസ്സം മൂലമുണ്ടാകുന്ന പ്രതിസന്ധി പരിഹരിക്കുന്നതിനുമാണ് ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തുന്നത്. കടുത്ത വേനലിൽ ജലസംഭരണികളിലെ വെള്ളത്തിന്റെ അളവ് കുറയുന്നതുമൂലം സംസ്ഥാന വൈദ്യുതി ബോർഡ് പ്രതിസന്ധിയിലായതിനിടെയാണ് അറ്റകുറ്റപ്പണികൾക്കായി ശബരിഗിരി പദ്ധതി താൽക്കാലികമായി അടച്ചിടുന്നത്. 1960കളിൽ സ്ഥാപിച്ച 2ാം നമ്പർ ബട്ടർഫ്ലൈ വാൽവിലാണ് ചോർച്ച രൂക്ഷമായിരിക്കുന്നത്. കാലവർഷത്തിന് മുമ്പായി ഇത് പരിഹരിച്ചില്ലെങ്കിൽ ഉണ്ടായേക്കാവുന്ന ദുരന്ത സാധ്യത പരിഗണിച്ചാണ് ഇപ്പോൾ പണികൾ തുടങ്ങുന്നത്. ശബരിഗിരിയിൽ നിന്നുള്ള ഉൽപാദനം നിർത്തുന്നതോടെ പമ്പാ നദിയിലുണ്ടാകുന്ന വെള്ളക്കുറവ് പത്തനംതിട്ട, ആലപ്പുഴ എന്നിവിടങ്ങളിൽ ജലക്ഷാമം ഉണ്ടാകാനും ഇടയുണ്ട്. 340 മെഗാവാട്ടിന്റെ കുറവ് പരിഹരിക്കാൻ കായംകുളം, ബ്രഹ്മപുരം പദ്ധതികളിൽ നിന്ന് ഉയർന്ന വില നൽകി വൈദ്യുതി വാങ്ങുകയും ഇടുക്കി പദ്ധതിയിലെ ഉൽപാദനം പരമാവധി കുറയ്ക്കുകയുമാണ് ബോർഡിന് മുന്നിലുള്ള പ്രധാന പരിഹാര മാർഗങ്ങൾ. സംസ്ഥാനത്ത് 190 സ്കൂളുകളിൽ ഓരോ പുതിയ +2 ബാച്ചുകൾ അനുവദിക്കാൻ തീരുമാനം. എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള 190 സ്കൂളുകൾക്കാണ് പുതിയ ബാച്ചുകൾ അനുവദിക്കുക. സംസ്ഥാനത്ത് 190 സ്കൂളുകളിൽ ഓരോ പുതിയ +2 ബാച്ചുകൾ അനുവദിക്കും. നിലവിലുള്ള അപേക്ഷകളിൽ തീരുമാനമെടുക്കാൻ മുഖ്യമന്ത്രിയെ ചുമതലപ്പെടുത്തി. കോട്ടയം മുതൽ തെക്കോട്ടര ജില്ലകളിൽ പുതിയ അപേക്ഷകൾ ക്ഷണിക്കാനും മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായി. എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള 190 സ്കൂളിലാണ് പുതിയ ബാച്ചുകൾ അനുവദിക്കുന്നത്. മന്ത്രിമാരായ PK അബ്ദുൾ റബ്ബ, K ബാബു, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്നിവരടങ്ങിയ ഉപസമിതിയാണ് സ്കൂളുകളുടെ പട്ടിക തയ്യാറാക്കിയത്. പുതിയ +2 സ്കൂളുകൾ അനുവദിക്കണമെന്നായിരുന്നു മുസ്ലിം ലീഗിന്റെ ആവശ്യമെങ്കിലും ചൊവ്വാഴ്ച ചേർന്ന UDF നേതൃത്വ യോഗം അത് തള്ളുകയായിരുന്നു. പ്രാദേശിക ആവശ്യമനുസരിച്ച് മാത്രം ബാച്ചുകൾ അനുവദിച്ചാൽ മതിയെന്നായിരുന്നു ഇന്നത്തെ UDF യോഗ തീരുമാനം. കേരള പ്രൈവറ്റ് ITI മാനേജേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മെയ് 23, 24 തീയതികളിലായി JDT കൺവെൻഷൻ സെന്ററിൽ തൊഴിൽ മേളയും സാങ്കേതിക പ്രദർശനവും സംഘടിപ്പിക്കുന്നു. പരിപാടി ഉദ്ഘാടനം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിക്കും. കേരള പ്രൈവറ്റ് ITI മാനേജേഴ്സ് അസോസിയേഷൻ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് മെയ് 23, 24 തീയതികളിലായി JDT കൺവെൻഷൻ സെന്ററിൽ തൊഴിൽ മേളയും സാങ്കേതിക പ്രദർശനവും സംഘടിപ്പിക്കുന്നത്. 2014 ജൂലൈ മാസം കോഴ്സ് പൂർത്തിയാക്കുന്നവർക്ക് ഇന്ത്യയിലെ 40ഓളം പ്രമുഖ വ്യവസായികളുമായി ബന്ധപ്പെടാനും ഇഷ്ടാനുസരണം തൊഴിൽ മേഖല തിരഞ്ഞെടുക്കാനും അവസരം സൃഷ്ടിക്കുകയാണ് മേളയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മേളയുടെ ഔപചാരിക ഉദ്ഘാടനം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിക്കും. കോഴിക്കോട് ജില്ലയിൽ പ്രൈവറ്റ് ITIകൾ 35ഓളമാണ് പ്രവർത്തിച്ചു വരുന്നത്. ഇപ്പോൾ ഈ സ്കിൽ എക്സ്പോയും അതുപോലെ ഈ തൊഴിൽ മേളയും സംഘടിപ്പിച്ചിരിക്കുന്നത് കേരള പ്രൈവറ്റ് ITI മാനേജേഴ്സ് അസോസിയേഷന്റെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയാണ്. 2008 നമ്മളിതുപോലെ ഒരു പരിപാടി അറേഞ്ച് ചെയ്തിരുന്നു. അത് വളരെ ഭംഗിയായി, വളരെ ഗംഭീരമായി വിജയിച്ചിരുന്നു. നിങ്ങളുടെ ഏവരുടെയും വളരെ അധികം സഹകരണം പത്രമാധ്യമങ്ങളുടെ, ദൃശ്യമാധ്യമങ്ങളുടെ എല്ലാം ഞങ്ങൾക്ക് ലഭിക്കുകയുണ്ടായി. 7000ഓളം കുട്ടികൾ അതിൽ രജിസ്റ്റർ ചെയ്തിരുന്നു. ഒരുപാട് കുട്ടികൾക്ക് അന്ന് തൊഴിൽ ലഭിക്കുകയുണ്ടായി. മടവൂർ CM സെന്ററിൽ 2014-15 വർഷത്തെ വാർഷിക പദ്ധതികളുടെ ഔദ്യോഗിക ഉദ്ഘാടനം അസറ്റ് 14 എന്ന പേരിൽ മെയ് 23 നടക്കും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വിദ്യാഭ്യാസ ജീവകാരുണ്യ മേഖലകളിൽ 23 വർഷം പൂർത്തീകരിച്ച മടവൂർ CM സെന്റർ 2014-15 വാർഷിക പദ്ധതികളുടെ ഔദ്യോഗിക ഉദ്ഘാടനം അസന്റ് 14 എന്ന പേരിലാണ് മെയ് 23 നടക്കുക. അസന്റ് 14ന്റെയും പ്രസന്റ് പബ്ലിക് സ്കൂൾ ന്യൂ ബ്ലോക്കിന്റെയും ഉദ്ഘാടനം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കാരുണ്യ സാമൂഹ്യ പ്രവർത്തന രംഗത്ത് സേവന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന മഹത്തായൊരു സ്ഥാപനമാണ് മടവൂർ CM സെന്റർ. 23 വർഷം പൂർത്തിയാവുന്ന ഈ CM സെന്റർ 2014 ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന
നിരവധി പദ്ധതികൾക്ക് തുടക്കം കുറിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി വെള്ളിയാഴ്ച 23-ാം തീയതി 3 മണിക്ക് 2014 അസെന്റ് എന്ന പേരിലായി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി തുടക്കം കുറിക്കുകയാണ്. ഇന്ത്യയിലെ പ്രശസ്തരായ ചിത്രകാരന്മാരെ ഉൾപ്പെടുത്തി ലളിതകലാ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ ദേശീയ ചിത്രകാരന്മാരുടെ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. മെയ് 22 മുതൽ 28 വരെ ബീച്ച് സീക്യൂൻ ഹോട്ടലിലാണ് ക്യാമ്പ്. ഇന്ത്യയിലെ പ്രശസ്തരായ ചിത്രകാരന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് കേരള ലളിതകലാ അക്കാദമിയുടെ ആഭിമുഖ്യത്തിലാണ് കോഴിക്കോട് ദേശീയ ചിത്രകാരന്മാരുടെ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. മെയ് 22 മുതൽ 28 വരെ ബീച്ച് സീക്യൂൻ ഹോട്ടലിലാണ് ക്യാമ്പ് നടക്കുക. അച്യുതൻ കൂടല്ലൂർ, അജയ് കുമാർ, അലക്സ് മാത്യു, TM അസീസ്, RB ഭാസ്കരൻ, DLN റെഡ്ഡി, CF ജോൺ, ജ്യോതികുമാർ, K പ്രഭാകരൻ, ലക്ഷ്മി ഗൌഡ്, രാജൻ M കൃഷ്ണൻ, സന്തോഷ് TV എന്നീ ചിത്രകാരന്മാരാണ് ക്യാമ്പിൽ പങ്കെടുക്കുക. ക്യാമ്പിന്റെ ഔപചാരിക ഉദ്ഘാടനം മന്ത്രി KC ജോസഫ് നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. നിങ്ങളുടെ, അതായത് കോഴിക്കോട്ടത്തെ പത്രപ്രവർത്തകരാണ് ഇവിടുത്തെ കലയിൽ താല്പര്യമുള്ളവരെയും അതിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന കുട്ടികളെയും, പ്രത്യേകിച്ച് വിദ്യാർത്ഥികളെ ഈ ക്യാമ്പിലേക്ക് കൊണ്ടുവരേണ്ടത്. ഇതിൽ നല്ല സമർത്ഥരായിട്ടുള്ള അധ്യാപകർ കൂടിയുണ്ട് ഈ വരുന്ന പങ്കെടുക്കുന്ന ആർട്ടിസ്റ്റുകളിൽ. അപ്പോൾ അവരോട് നിങ്ങൾക്ക് ചിത്രകലയിലെ എന്ത് കാര്യങ്ങളും ഇപ്പോഴത്തെ കാര്യങ്ങൾ, അവർ വന്ന വഴികൾ ഒക്കെ ചോദിച്ച് മനസ്സിലാക്കാനും കുട്ടികൾക്ക് അതിനുള്ള നിർദ്ദേശങ്ങൾ നൽകാനും പ്രാപ്തരായിട്ടുള്ള ആൾക്കാരാണ് ഈ ആർട്ടിസ്റ്റുകൾ. അപ്പോൾ നമ്മളുടെ ഇടയിൽ കുട്ടികൾക്ക് ഇത് എവിടെ പഠിക്കണം, എങ്ങനെ മുന്നോട്ട് പോകണം, എവിടെ എക്സിബിറ്റ് ചെയ്യണം, ആർട്ടിസ്റ്റ് ഈ ഗാലറികളുടെ സ്പോൺസർഷിപ്പ് എങ്ങനെ കിട്ടും എന്നുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ നമ്മളുടെ കുട്ടികൾക്ക് ഈ ഇതിലേക്ക് വരാൻ താല്പര്യമുള്ളവർക്ക് മനസ്സിലാക്കാനുള്ളൊരു അവസരം കൂടിയാണത്. ജില്ലാ വോളിബോൾ അസോസിയേഷന്റെ ജില്ലയിലെ കായിക രംഗത്തെ പുരോഗതിക്കായി മികച്ച പ്രവർത്തനങ്ങൾ നടത്തിയവർക്കുള്ള അവാർഡിന് A പ്രദീപ് കുമാർ MLA അർഹനായി. മെയ് 24-ന് സ്പോർട്സ് കൌൺസിൽ ഹാളിൽ പുരസ്കാര സമർപ്പണം നടക്കും. ജില്ലാ വോളിബോൾ അസോസിയേഷൻ ഏർപ്പെടുത്തിയ ജില്ലയിലെ കായിക രംഗത്തെ പുരോഗതിക്കായി മികച്ച പ്രവർത്തനം നടത്തിയവർക്കുള്ള പുരസ്കാരത്തിനാണ് A പ്രദീപ് കുമാർ MLA അർഹനായത്. ജില്ലയിലെ ഏറ്റവും നല്ല സ്പോർട്സ് ലേഖകനുള്ള പുരസ്കാരം സജിത് PKയും അർഹനായി. ചടങ്ങിൽ വോളിബോൾ രംഗത്തെ ഏറ്റവും മികച്ച പ്രവർത്തനം നേടിയ സ്ഥാപനമായ സെന്റ് ആന്റണീസ് ഗേൾസ് ഹൈസ്കൂളിനുള്ള പുരസ്കാരവും സമർപ്പിക്കും. മെയ് 24-ന് സ്പോർട്സ് കൌൺസിൽ ഹാളിൽ നടക്കുന്ന അവാർഡ് സമർപ്പണം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്തിൽ ജമീല ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ ജില്ലാ വോളിബോൾ അസോസിയേഷന്റെ വെബ്സൈറ്റ് ഉദ്ഘാടനവും അസോസിയേഷൻ മുൻ ഭാരവാഹികൾക്കുള്ള സംസ്ഥാന ദേശീയ വോളിബോൾ ജേതാക്കന്മാർക്കുള്ള സ്വീകരണവും നൽകുമെന്ന് ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. ജില്ലാ വോളിബോൾ അസോസിയേഷൻ ഏർപ്പെടുത്തിയ പ്രത്യേക പുരസ്കാരം കോഴിക്കോട് MLA ബഹുമാനപ്പെട്ട ശ്രീ A പ്രദീപ് കുമാർ അവർക്കാണ് ഈ വർഷം കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും മികച്ച സ്പോർട്സ് ലേഖകനുള്ള പ്രത്യേക പുരസ്കാരം TS സജിത് ദേശാഭിമാനി. രാജീവ് ഗാന്ധിയുടെ 23ാമത് ചരമവാർഷികാചരണത്തിന്റെ ഭാഗമായി ഫോറസ്ട്രി ബോർഡിന്റെ നേതൃത്വത്തിൽ ബീച്ച് രക്തസാക്ഷി മണ്ഡപത്തിൽ പ്രതീകാത്മക പുഷ്പാർച്ചന നടത്തി. അഡ്വക്കേറ്റ് M രാജൻ ചടങ്ങിന് നേതൃത്വം നൽകി. രാജീവ് ഗാന്ധിയുടെ 23ാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ചാണ് ഫോറസ്ട്രി ബോർഡിന്റെ നേതൃത്വത്തിൽ ബീച്ച് രക്തസാക്ഷി മണ്ഡപത്തിൽ പ്രതീകാത്മകമായി പുഷ്പാർച്ചന നടത്തിയത്. അഡ്വക്കേറ്റ് രാജൻ, ഡോക്ടർ K മൊയ്തു എന്നിവർ സംബന്ധിച്ച ചടങ്ങിൽ മുഹമ്മദ് കോയ, PMN നായർ, TM ചന്ദ്രൻ, അനിൽ ബാബു തുടങ്ങിയവർ സംസാരിച്ചു. ശ്രീ രാജീവ് ഗാന്ധിയുടെ 23ാം ചരമവാർഷികത്തിൽ അദ്ദേഹത്തിന്റെ പാവന സ്മരണകൾക്ക് മുമ്പിൽ ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. ഈ രാഷ്ട്രത്തെ ഉന്നത നിലയിൽ എത്തിക്കുവാൻ വേണ്ടി സ്വന്തം ജീവൻ ബലിയർപ്പിച്ച ആ മഹാത്മാവിനെ നമ്മളെപ്പോഴും ഓർമ്മിക്കേണ്ടത് ഓരോ ഇന്ത്യക്കാരന്റെയും ഒഴിച്ചുകൂടാത്ത കടമയാണ്. അദ്ദേഹം ഇന്നുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് സംഭവിച്ച ഈ പരാജയം ഉണ്ടാകുമായിരുന്നില്ല എന്ന് വിശ്വസിക്കുന്ന വ്യക്തികളായ ഒരാളാണ് ഞാൻ. കൗതുക കാഴ്ചകളുമായി MR ഇവന്റ്സിന്റെ ഇന്റർനാഷണൽ ബേർഡ്സ് ആൻഡ് അക്വാപെറ്റ് ഷോയ്ക്ക് തുടക്കം. ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ സഹായിക്കാനെന്ന ലക്ഷ്യത്തോടെ കോംട്രസ്റ്റ് ഗ്രൗണ്ടിൽ ആരംഭിച്ച ഷോ കാണികൾക്ക് പുത്തൻ ദൃശ്യാനുഭവമാണ് നൽകുന്നത്. കൗതുക കാഴ്ചകളുടെ വർണ്ണവിസ്മയം തീർത്ത് വരുന്ന 10 നാളുകൾ കോഴിക്കോട്ടുകാർക്കായി MR ഇവന്റ് കോഴിക്കോടിന്റെ ആഭിമുഖ്യത്തിൽ മാനാഞ്ചിറ കോൺട്രസ്റ്റ് ഗ്രൗണ്ടിലാണ് ഇന്റർനാഷണൽ ബേർഡ് എക്കോ പെറ്റ് ഷോ സംഘടിപ്പിച്ചിരിക്കുന്നത്. ലോകത്തിലെ 20-ലധികം രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന വർണ്ണപക്ഷികളും അലങ്കാര മത്സ്യങ്ങളും പ്രദർശനത്തിലുണ്ട്. കൂടാതെ ഫ്ലവർ ഷോ, വിപണനമേള, ഭക്ഷ്യമേള എന്നിവയും പ്രദർശനത്തിലുണ്ട്.
ലോകത്തിലെ ഏറ്റവും സൗന്ദര്യം കൂടിയ പക്ഷി എന്നറിയപ്പെടുന്ന സൗത്ത് അമേരിക്കയിലെ മെക്കാവോ ഈ പ്രദർശനത്തിലെ പ്രധാന ആകർഷണമാണ്. 2 അടിയോളം നീളമുണ്ട് ഈ പക്ഷിക്ക്. കൂടാതെ ആഫ്രിക്കയിൽ നിന്ന് കൊണ്ടുവന്ന മലയാളം സംസാരിക്കുന്ന ക്രേ പേരന്റ് മറ്റൊരു കൗതുകമാണ്. മനുഷ്യനെ കൂട്ടായി ആക്രമിക്കുന്ന പിരാന, ആരപ്പൈമ തുടങ്ങി നിരവധി അലങ്കാര മത്സ്യങ്ങളും പ്രദർശനത്തിനുണ്ട്. മുതിർന്നവർക്ക് 30 രൂപയും കുട്ടികൾക്ക് 10 രൂപയുമാണ് ടിക്കറ്റ് നിരക്ക്. രാവിലെ 11:30 മുതൽ രാത്രി 9:30 വരെയാണ് പ്രദർശനം. മെയ് 20 തുടങ്ങിയ പ്രദർശനം ജൂൺ 1 വരെ നീണ്ടു നിൽക്കും. അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് വനിതാ വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ സർവ്വമതാചാര്യ ദിന സമ്മേളനം സംഘടിപ്പിച്ചു. ജില്ലാ കളക്ടർ CA ലത പരിപാടി ഉദ്ഘാടനം ചെയ്തു. എല്ലാ മതസ്ഥരും ഒന്നാണെന്നും അന്യോന്യം ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്താൽ മാത്രമേ യഥാർത്ഥ ഐക്യവും മൈത്രിയും ജനങ്ങൾക്കിടയിൽ ഉണ്ടാവൂ എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് വനിതാ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ സർവ്വമതാചാര്യ ദിന സമ്മേളനം സംഘടിപ്പിച്ചത്. ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി കളക്ടർ CA ലത ഉദ്ഘാടനം ചെയ്തു. നജ്ന ഇമായില്ലാഹ് പ്രസിഡന്റ് നുസ്രത്തുൽ മഹ്മൂദ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഫെമില മുസഫർ, വിമല ജോസ്, ഡോക്ടർ ജയശ്രീ, സാജിദ മുസഫർ, സാജിദ നൂറുദ്ദീൻ, സിദ്ദീഖ സവീദ് തുടങ്ങിയവർ സംസാരിച്ചു. നെയ്മുറിയൊക്കെ എടുത്ത് പള്ളിയും കാര്യമൊക്കെ അവിടെ സ്ഥാപിച്ചിട്ട് നിസ്കാരപ്പള്ളിയുണ്ട് എല്ലാവരും ഉണ്ട്. അപ്പോൾ ഓരവിടെ മുന്നിട്ട് ഓരെ കൊണ്ടാകാൻ ആളില്ലാത്ത അവർക്ക് വല്ലതും മേങ്ങിക്കൊണ്ടുവരാനും അവരെ സഹായിക്കാനും അവർ കാല് വെച്ചാൽ കാല് വെച്ച് കൊടുക്കുക, ആണുങ്ങൾക്കും സ്ത്രീകൾക്കും ഒക്കെ അങ്ങനെയുള്ള ഓരോ സഹായങ്ങൾ ചെയ്യുന്ന പണിയാണ് എനിക്ക്. ചേവരമ്പലം മരുളപ്പാട് ദേവി ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹ യജ്ഞത്തിന്റെ ഭദ്രദീപം തെളിക്കൽ നടന്നു. കണ്ടമംഗലം നാരായണൻ നമ്പൂതിരിയാണ് യജ്ഞത്തിന് നേതൃത്വം നൽകുന്നത്. കലികാലത്തെ ദോഷങ്ങളകറ്റി ജീവിത ദുരിതത്തിൽ നിന്നും ഒഴിഞ്ഞുനിന്ന് മനസ്സിനെ ഈശ്വര ചിന്തയിൽ ലയിപ്പിക്കുന്നതിനായി ചേവരമ്പലം അരുളപ്പാട് ദേവി ക്ഷേത്രത്തിൽ സപ്താഹയജ്ഞം നടത്തുന്നത്. പടേരി നാരായണൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകളോടെ നടത്തുന്ന സപ്താഹയജ്ഞം കണ്ടമംഗലം നാരായണൻ നമ്പൂതിരിയുടെ മുഖ്യ ആചാര്യനായിക്കൊണ്ടാണ് സപ്താഹയജ്ഞം സംഘടിപ്പിക്കുന്നത്. മെയ് 21 മുതൽ 28 വരെയാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ജില്ലാ ലൈബ്രറി കൌൺസിൽ വികസന സമിതിയുടെ പുസ്തകോത്സവത്തിന്റെ ഭാഗമായി ഗബ്രിയേൽ ഗാർഷ്യ മാർക്കീസ് അനുസ്മരണവും സെമിനാറും സംഘടിപ്പിച്ചു. കണ്ടംകുളം ജൂബിലി ഹാളിലായിരുന്നു പരിപാടി. കോഴിക്കോട് ജില്ലാ ലൈബ്രറി കൌൺസിൽ വികസന സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഗബ്രിയേൽ ഗാർഷ്യ മാർക്കോസിന്റെ അനുസ്മരണവും സെമിനാറും കണ്ടംകുളം ജൂബിലി ഹാളിൽ നടന്നു. രാജൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വി സുകുമാരൻ ഗബ്രിയേൽ ഗാർഷ്യ മാർക്കോസിനെ കുറിച്ച് സംസാരിച്ചു. വാക്കുകളിൽ ഒതുങ്ങാത്ത ഓർമ്മകൾ തന്ന ഗബ്രിയേലിന്റെ കൃതികൾ സമഗ്ര വീക്ഷണം ചുരുങ്ങിയ സമയം കൊണ്ട് സാധിക്കുകയില്ലെന്ന് വി സുകുമാരൻ പറഞ്ഞു. ഗബ്രിയേൽ ഗാർഷ്യ മാർക്കസിന്റെ സാഹിത്യ സംഭാവനകളെക്കുറിച്ച് 1 മണിക്കൂറോ 2 മണിക്കൂറോ സംസാരിച്ചുകൊണ്ട് അവസാനിപ്പിക്കാൻ കഴിയില്ല എന്ന അനുഭവത്തിൽ അറിയുന്ന ഒരാളാണ് ഞാൻ. കാരണം കമ്പാരറ്റീവ് ലിറ്ററേച്ചർ എന്ന് പറയുന്ന സാഹിത്യശാഖയിൽ വളരെ കാലം പല സ്ഥലങ്ങളിലും അധ്യാപകനായിട്ട് പ്രവർത്തിക്കേണ്ടി വന്നപ്പോൾ ഗബ്രിയേൽ മാർക്കസിൻ്റെ ടെക്സ്റ്റുകളൊക്കെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ എന്ന നിലയിലേക്കുള്ള അനുഭവമാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ അതിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലുമ്പോൾ നമ്മൾ അലിഞ്ഞലിഞ്ഞില്ലാതെയാവുന്ന ഒരവസ്ഥയാണ് പൊതുവെ ഉണ്ടാവാറ്. തുടർന്ന് UK കുമാരൻ, CP അബൂബക്കർ, KK പ്രദീപൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KCL ഡിജിറ്റൽ. സംസ്ഥാനത്ത് വീണ്ടും വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തും. സംസ്ഥാനത്ത് 190 സ്കൂളുകളിൽ പുതിയ +2 ബാച്ചുകൾ അനുവദിക്കാൻ തീരുമാനം. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് KCL ഡിജിറ്റൽ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.